ഹെവൻ ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങൾ കൊണ്ട് സ്വർഗം പണിയാൻ പാവം കുട്ടി. അവൾ ഓടി വരും. എന്ത് പറഞ്ഞാണച്ചോ ഞാൻ അവളെ ആശ്വസിപ്പിക്കുക? ആനിയുടെ കാര്യം പോട്ടെ, ആദ്യം കുറെ കരയും. കുറെ കഴിയുമ്പോൾ എല്ലാം മറക്കും. ഇതിനേക്കാളും നല്ലൊരു ജീവിതം അവൾക്കുണ്ടാകും. പക്ഷേ കുട്ടികൾ, അവർക്ക് ഞാനില്ലെങ്കിൽ പിന്നെ ആരുണ്ട്? അച്ഛനുണ്ടാവും, പക്ഷെ അവർക്ക് വേണ്ടി ജീവിക്കാൻ അച്ഛനാവില്ലല്ലോ. എല്ലാവരും പഠിക്കാൻ മിടുക്കന്മാരാ. പക്ഷെ വീണ്ടും തെരുവിലിറങ്ങിയാൽ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എബി, നീ വെറുതെ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. ഞാൻ പറയുന്ന കേൾക്ക്. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ആശുപത്രി പോവാം. കർത്താവ് കരുണയുള്ളവനാ. വേണ്ട അച്ഛോ, മരണം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ലല്ലോ. നീട്ടിവെക്കാൻ കഴിഞ്ഞേക്കും. എത്ര നാളത്തേക്ക്? വേണ്ട, ഇനി അധിക സമയമില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാനിങ്ങോട്ടുമില്ല. അവസാന നിമിഷങ്ങൾ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛോ. മോനെ, എന്നെക്കുറിച്ച് ഓർത്ത് അച്ഛൻ ദുഃഖിക്കരുത്. കുട്ടികൾ, അവരുടെ കാര്യം ഞാൻ ഒരുപാട് ആലോചിച്ചു. ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. അവരെ ഓർഫനേജിലാക്കണം. അച്ഛൻ ആദ്യം അത് പറഞ്ഞപ്പോ ഞാൻ എതിർത്തു. അനാഥരെന്ന മേൽവിലാസവുമായി അവർ വളരരുത് എന്നെനിക്ക് മോഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ഇല്ല. അവർ അനാഥരാണ്. They are orphans.